ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. ഇന്ന് രാവിലെ മുതൽ നമ്മൾ വൈകുന്നേരം വരെയുള്ള വീഡിയോ കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരു ഡേ ഇൻ ലൈഫ് കേട്ടോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കണേ. കണ്ണൻകുട്ടി നീറ്റു, പൂജുട്ടി നീറ്റിട്ടില്ല. ഷാജേട്ടൻ നീറ്റിട്ട് കുളി കഴിഞ്ഞിട്ട് ഇപ്പം അമ്പലത്തിൽ പോയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിന്ന് രാവിലെ മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. ഇന്ന് ഷാജേട്ടനൊന്നും ഇല്ല കേട്ടോ, ലീവാണ്. അപ്പം ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സമയമുണ്ട്. എന്താ വെച്ചാൽ ധൃതിയില്ല, പോണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ നമുക്കിന്ന് റവ ഉപ്മാവാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ആർക്കും വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷേ ഒന്നും ഇപ്പോൾ കാര്യമായിട്ട് മാവോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു മാർഗവും ഇല്ലെങ്കിൽ നമ്മൾ റവ ഉപ്മാവ് ഉണ്ടാക്കും. അങ്ങനെ അപ്പോൾ നമുക്ക് മാവ് ഉണ്ടാക്കാം, ചായ കുടിക്കാം, പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡും കാര്യങ്ങളും, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊരു വ്ലോഗിൽ എടുത്തിട്ട് നമുക്കൊന്ന് ഡൈമണ്ട് ലൈഫ് ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിക്കും. ഇപ്പോൾ കുറച്ചായല്ലോ ഡൈമണ്ട് ലൈഫ് എടുത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാം. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലാർക്കും ഉപ്മാവിനോട് വലിയ ഇമ്പൊന്നുമില്ല കേട്ടോ. പിന്നെ ഷാജേട്ടനാണ് ഉപ്മാവിനോട് കുറച്ചൊരു താല്പര്യം. നമുക്ക് ആർക്കും അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ഒരൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഇതല്ലാതെ വേറെ രക്ഷയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഉപ്മാവ് അവിടെ സെറ്റ് ചെയ്യും കേട്ടോ. നമ്മുടെ വീട്ടിൽ മിക്ക ദിവസവും ദോശമാവോ അല്ലെങ്കിൽ വെള്ളയപ്പത്തിന് അരച്ച് വെച്ചതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ദോശമാവൊക്കെ ആണെങ്കിൽ ഒരു 3 ദിവസമൊക്കെ പോവും. വെള്ളയപ്പത്തിനായാലും 2-3 ദിവസം പോവും. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് പുട്ടോ ഈ പറഞ്ഞ പോലെ ഉപ്മാവോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. കണ്ണൻകുട്ടി ഇതിൻ്റെ മുന്നേ ബ്രെഡ് ഓംലെറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അവൻ അങ്ങോട്ട് സെറ്റായി. ഞാൻ വീഡിയോ കൊടുക്കുന്നതിൻ്റെ മുന്നേ അവന് വിശക്കുണ്ട് എന്ന് പറഞ്ഞു. ഉപ്മാവ് വേണ്ട പറഞ്ഞിട്ട് കണ്ണൻകുട്ടി അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പൂജിട്ടി ഒന്നും നീറ്റിട്ടില്ല. ഷാജേട്ടനും ഞാനും കണ്ണൻകുട്ടിയെ നീറ്റിട്ടുള്ളൂ. അപ്പോൾ ഇനി ചായയൊക്കെ കുടിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഷാജേട്ടന് ലീവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം ഇന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. വീടല്ല, നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. കുറച്ച് ദിവസമായി നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യണം വിചാരിച്ചുകൊണ്ടിരിക്കണം. എന്താ വെച്ചാൽ ഒരു ഒഴിവില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അങ്ങനെ ആവുക കാരണം നമുക്ക് വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കി ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യണം. അതുകൊണ്ട് തന്നെ അത് പറ്റാത്തതുകൊണ്ട് അതിങ്ങനെ പെൻഡിങ്ങിലിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ആൾക്ക് ലീവായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫുഡിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ അതിനങ്ങോട്ട് നിൽക്കാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്മാവിലേക്കുള്ള ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് അരിഞ്ഞ് പെറുക്കി വെക്കുകയാണ് കേട്ടോ. ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉഴുന്ന് പരിപ്പും സേമിയം കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ്. എനിക്കിതിനകത്ത് ക്യാരറ്റ് ഈ പറഞ്ഞ പോലെ ബീൻസ്, ഗ്രീൻ പീസ് ഈ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഉപ്മാവ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും കൂടി ഇഷ്ടമാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ കല്യാണം ഇപ്പോഴും ചില ഭാഗങ്ങളിൽ ഞങ്ങളുടെയൊക്കെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് രാവിലെ ഉപ്മാവും കല്യാണത്തിൻ്റെ രാവിലെ ഉപ്മാവും ചിക്കൻ പാർട്സും കൂടെ കേട്ടോ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ആ ഒരു ഉപ്മാവും ചിക്കൻ പാർട്സിനും വേണ്ടിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ പൂവും കഴിക്കാൻ വേണ്ടിയിട്ട് ചെറുതിലെ, ഇപ്പോഴൊന്നുമല്ല കേട്ടോ, ചെറുതിൽ. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞോണം ഈ ഉപ്മാവും ഈ ഒരു കോഴി പാർട്സും കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പെരും ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അതുപോലെ ചില ദിവസങ്ങളിൽ നമ്മൾ പാർട്സ് കൊണ്ടുവരുമ്പോൾ ഇവിടെ എനിക്ക് ഈ പാർട്സ് കൊണ്ടുവന്നിട്ട് ഞാൻ തന്നെ കഴുകി ഉണ്ടാക്കുമ്പോൾ എനിക്കതിനോട് വലിയ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഒരു ചടപ്പ് തോന്നും, കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമല്ല. ഈ പറഞ്ഞ പോലെ ഒക്കെ റെഡിയാക്കി ക്ലീൻ ചെയ്ത് തരാണെങ്കിൽ വെക്കും ഞാൻ. പക്ഷേ ഞാൻ തന്നെ ക്ലീൻ ചെയ്ത് അങ്ങനെ ആക്കുമ്പോൾ എനിക്കത് പെട്ടെന്ന് ചടപ്പ് വരും. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നില്ല. അപ്പോൾ ഈ കല്യാണങ്ങൾക്കൊക്കെ ആകുമ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഒക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കുമല്ലോ. അതുപോലെ എൻ്റെ താട്ടിൻ്റെയൊക്കെ കല്യാണത്തിന് രാവിലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പാർട്സ് ഉപ്മാവൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു രശ്മി, അവളും കൂടെ രാവിലെ വന്ന് ഞങ്ങൾ ഇത് വയറ് നിറയെ കഴിച്ചിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. എൻഗേജ്മെൻറ്റിനോ കല്യാണത്തിനോ എനിക്ക് വലിയ ഓർമ്മയില്ല. ഇത് എനിക്ക് എപ്പോഴും ഈ ഉപ്മാവും പാർട്സിൻ്റെയും കാര്യം കണ്ടാൽ എനിക്ക് അവളുടെ കാര്യമാണ് പെട്ടെന്ന് ഓർമ്മ വരിക കേട്ടോ. അപ്പോൾ അത്രയും ഇഷ്ടമാണ് കേട്ടോ ഈ റവ ഉപ്മാവ്. ഇങ്ങനെ വെറുതെ കഴിക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം പാർട്സിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഈ സാധനം കണ്ടുകൂടാ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു റവ ഉപ്മാവ് എന്ന് പറയുമ്പോൾ ഈ പാർട്സും കൂടെ ഉണ്ടെങ്കിൽ സെറ്റ്. ഇപ്പം നമുക്ക് പാർട്സ് ഒന്നുമില്ല, നമുക്ക് പപ്പടും ചെറുപഴം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ വെച്ച് കടുകും ഉഴുന്നുപരിപ്പും ഒക്കെ പൊട്ടി വരുമ്പോൾ സവോളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പില എല്ലാം കൂടെ ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് റവ ഇട്ട് കൊടുത്താൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മുന്നൊക്കെ എനിക്ക് ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ വെള്ളമൊക്കെ കൂടിയിട്ട് ഇങ്ങോട്ട് ആകെ അഴക്കുഴ അങ്ങനെ 2 ടൈപ്പിലും ഉണ്ടാക്കും കേട്ടോ. അവിടെ ചിലപ്പോൾ ഈ പിള്ളേർക്ക് ഇങ്ങനെ വെറുതെ കിടക്കണ ഉപ്മാവ് ഇഷ്ടം. ഷാജേട്ടന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കട്ടയായാലും കുഴപ്പമില്ല. എൻ്റെ അച്ഛയ്ക്കൊക്കെ ഇതിനെക്കാട്ടിലും ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കണ ഉപ്മാവാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കിടക്കണ ഉപ്മാവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തു. ഞാൻ മഞ്ഞൾപ്പൊടി ചിലപ്പോൾ ഇടും, ചിലപ്പോൾ ഇടാറില്ല. ഇന്ന് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, വെള്ള ഉപ്മാവായിട്ട് തന്നെ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഉപ്മാവും പുട്ടും ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കിച്ചൺ ടാബ് മൊത്തം ഇങ്ങോട്ട് അലമ്പാവും. എന്താ വെച്ചാൽ അതിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ വീഴും. അപ്പോൾ എനിക്ക്
ദേഷ്യം കേട്ടോ. അപ്പോൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണം. പുട്ടൊക്കെ ആണെങ്കിൽ പറയണ്ട, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചാടും. അപ്പോൾ അതുപോലെയാണ് ഉപ്മാവ് ഉണ്ടാക്കുമ്പോഴും അത് ആ റവയുടെ തരിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനസ്സമാധാനം അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ തുടച്ചിട്ടിട്ട് ഇനി നമുക്ക് 4 പപ്പടവും കൂടെ കാച്ചാം കേട്ടോ. കണ്ണൻകുട്ടി ഇപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് വെക്കാനൊക്കെ പറയും. ഒരു കുറേയൊക്കെ കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വേണോ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ രക്ഷയൊന്നും ഇവിടെ വേറെ ഒന്നും ഇല്ലെങ്കിൽ ആൾ കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ പൂജട്ടിക്ക് ഇത് കണ്ടുകൂടാ, അവൾ കഴിക്കില്ല എന്നേയുള്ളൂ. അവൾ ചിലപ്പോൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിക്കും. മിക്കതും അങ്ങനെയാണ് ചെയ്യാറ്. ഉപ്മാവ് കഴിക്കുന്നത് ചുരുക്കാം. പപ്പടവും പഴമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ഉപ്മാവും പുട്ടും വലിയ കുഴപ്പമില്ല, സീനില്ല. പുട്ടിലേക്ക് എനിക്ക് കറീനേക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഇപ്പോൾ ഈ പറഞ്ഞോണം ഉപ്മാവെന്ന് പപ്പടും ചെറുപഴമാണ് കേട്ടോ. അത് കൂട്ടിയിട്ട് പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടം. പാൽ ചായയും കൂടെ. പണ്ടൊക്കെ എൻ്റെ അച്ചമ്മയൊക്കെ ഞങ്ങളൊക്കെ ചെറുതാകുമ്പോൾ ഞങ്ങളിങ്ങനെ തറവാട്ടിക്ക് ചെല്ലുമ്പോൾ അച്ചച്ചയ്ക്ക് കടച്ചായ, നമ്മൾ ഈ കടയിൽ നിന്ന് രാവിലെ ചായ കിട്ടണം, അത് നിർബന്ധമായിരുന്നു കേട്ടോ. അപ്പോൾ തൂക്കുപാത്രം കൊണ്ട് അമ്മായി വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഞങ്ങളും കൂടെ പോകും. അപ്പോൾ അന്നത്തെ പാൽ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒപ്പനോ എന്തൊരു ടേസ്റ്റ് ആവുമെന്ന് അറിയാം. ഞങ്ങളുടെ തറവാട്ടിൻ്റെ അപ്പുറത്തൊരു കുഞ്ഞ് കട ഉണ്ട് കേട്ടോ. ആ കടയിൽ അവിടെയാണ് രാവിലെ പോവുക. വീട്ടിൽ ചായയും പലഹാരം ഉണ്ടെങ്കിലും അച്ചച്ചന് കടയിലത്തെ ചായ നിർബന്ധം. അതുപോലെ അമ്മമ്മയ്ക്കും ശീലമായിരുന്നു. അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും വേണ്ടിയിട്ട് ഞങ്ങൾ പോവും മേടിക്കാൻ വേണ്ടിയിട്ട്. ഒരു തൂക്കുപാത്രത്തിൽ പാൽ ചായയും പിന്നെ ഒരു 2 കഷ്ണം പുട്ടൊക്കെയാണ് കൊണ്ടുവരിക. അപ്പോൾ ഈ ഒരു കഷ്ണം പുട്ട് ഇങ്ങനെ കയ്യിലും വെച്ചിട്ട് ഒരു ഗ്ലാസ് ചായ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കടിച്ച് ആ പുട്ടും ഈ പാൽ ചായയും കൂടെ കഴിച്ച് അതൊന്നൊരു പിച്ച് ഞങ്ങൾക്കും കിട്ടും. ആ തൂക്കുപാത്രത്തിൻ്റെ അടപ്പിൽ ഒരു തുള്ളി ചായയും കൂടെ തരും. അതിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പോഴും മറക്കില്ല കേട്ടോ. ഞാൻ ആ ഒരു നൊസ്റ്റു അടിച്ചിട്ട് ചില ദിവസങ്ങളിലൊക്കെ പുട്ടുണ്ടാക്കുമ്പോൾ പാൽ ചായയും പുട്ടും മാത്രം കഴിക്കും. പക്ഷേ അതിൻ്റെ ഒരു 7 അകലത്തേക്ക് ടേസ്റ്റ് വരില്ല. അന്നത്തെ കാലത്തൊക്കെ ആ കടയിൽ നിന്ന് കിട്ടണ കേട്ടോ. നമ്മുടെ വീട്ടിലൊന്നും കടയിൽ നിന്നൊന്നും പലഹാരം വാങ്ങാമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ 10 പൈസ ഇല്ല ആ സംഭവം. വീട്ടിലുണ്ടെങ്കിൽ അച്ചച്ചയ്ക്കും അച്ചമ്മയ്ക്കും കടയത്തെ ചായയും പലഹാരം നിർബന്ധമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ടേസ്റ്റ് അത് വേറെ ആട്ടോ. അതൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും നമ്മുടെ ഉപ്മാവൊക്കെ റെഡിയായി. ഷാജേട്ടന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. പൂജട്ടി നീറ്റിട്ടില്ല, ഇനി അവൾ നീറ്റിട്ട് അവൾ കഴിച്ചോളും. കണ്ണൻകുട്ടിയും ഇതിൻ്റെ മുന്നേ ബ്രെഡ് ഓംലെറ്റൊക്കെ കഴിച്ചിട്ട് ആൾ സെറ്റായിരുന്നു. എന്താ വെച്ചാൽ തലേ ദിവസം ഷാജേട്ടൻ്റെ കൂടെ ഉത്സവത്തിന് പോയ കാരണം അവന് രാത്രി ഫുഡ് കഴിച്ചത് ഓക്കെ ആയിട്ടില്ല. അപ്പോൾ രാവിലെ നീറ്റപ്പോഴേക്കും വിശപ്പ് കൂടുതലായതുകൊണ്ട് കഴിച്ചതല്ലേ, എൻ്റെ കൂടെ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷാജേട്ടൻ ക്യാമറയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് വരില്ലല്ലോ. അപ്പോൾ രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോറുണ്ടാക്കി കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ചധികം ആയിരിക്കുന്ന പാത്രങ്ങൾ കഴുകലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ചാർജിലിട്ടു. പിന്നെ ചോറ് ഞാൻ വെച്ചു, അമരപ്പേരി ഉണ്ടാക്കി സെറ്റ് ചെയ്തു. പിന്നെ രസം ഉണ്ട് ഇന്നലത്തെ ഇരിക്കും. അത് കൂടെ ഒരു ക്ഷീണം കേട്ടോ. ഈ വെയിലായിട്ടായിരിക്കും തോന്നുന്നു. അവിടുത്തെ ആ ലൈറ്റ് വരുന്ന കാരണം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ക്ലാരിറ്റി കുറവുണ്ടാവും. പിന്നെ ഒരു 3-4 മുട്ട ഉണ്ട് പുഴുങ്ങി വെച്ചിട്ട് നമുക്ക് മസാല അടിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് മാവുണ്ണാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വണ്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അതിനിപ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഷാജേട്ടന്ന് വൈകിട്ട് ഉത്സവം കാര്യം ഇന്ന് ഉത്സവം ഉണ്ടോ ചേട്ടാ? അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ആൾ പോവും. അപ്പോൾ വണ്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേഗം ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുട്ട മസാല ഉണ്ടാക്കിയിട്ട് ചോറുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. നമുക്ക് മീനൊന്നും ഇല്ലെങ്കിൽ ഓംലേറ്റ് ഒക്കെ അടിക്കണേക്കാട്ടിലൊക്കെ ഇഷ്ടം എങ്ങനെയാട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ കഷ്ണാക്കി 2 കഷ്ണാക്കിയിട്ട് മസാല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ചിക്കൻ മസാല ഇടാം. പക്ഷെ നമ്മൾ ചിക്കൻ മസാല ഇടാറില്ല. കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ചോറുണ്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ചൊടി ഉണ്ടാവും. അപ്പോൾ ഓംലെറ്റിനെക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെ ആയതുകൊണ്ട് പിള്ളേർക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല, മുട്ടയാൽ മതി. അപ്പോൾ ഇന്നിങ്ങനെ ആക്കാൻ വിചാരിച്ചു. നമ്മൾ കുറച്ച് ദിവസം അധികമായിട്ട് ഓംലെറ്റൊക്കെ എല്ലാം ഉണ്ടാക്കാറ്. ചൂടത്ത് പറ്റിയ ഫുഡൊക്കെയാ മുട്ട ചിക്കനൊക്കെ. ഇതിപ്പോൾ മീൻ കിട്ടാൻ വേണ്ടിയിട്ട് വലിയ പാടായി. ഇനി 10 വളാഞ്ചേരി പോകണ്ടേ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് ഒപ്പിക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ നമുക്കിതിൽ പൊടിയൊക്കെ ആക്കി സെറ്റ് ചെയ്യാം. പൂജിട്ടേ ആ കുരുമുളക് പൊടി എടുത്തേടാ. കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി ഇതായിട്ട്. പിന്നെ ഇതിനകത്ത് തന്നെ പാകത്തിന് ഉപ്പിടുക. മോഡൽ പൊട്ടിയ നല്ല മൂടിയാറുമ്പോൾ കുരുമുളക് പൊടി. എന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ മേലെങ്ങനെ കാണുന്നുണ്ടോ? ഇതിൻ്റെ മേലെങ്ങനെ വെതറി കൊടുക്കുക. എന്നിട്ട് കണ്ണിലേക്ക് ഇങ്ങനെ കാറ്റ് വരുമ്പോൾ ആകുമ്പോൾ നല്ല സൂപ്പറായിരിക്കും. അങ്ങനെ ആവാണ്ട് നോക്കാം. ഇനി ചട്ടി വെച്ച് ചൂടായിട്ട് ബാക്കി നമുക്ക് അങ്ങോട്ട് എണ്ണ ഒഴിച്ചിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. മീനൊന്നും
ഫുഡൊന്നും കിട്ടാത്തന്ന് നമ്മുടെ വീട്ടിൽ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ മുട്ട മസാല അല്ലെങ്കിൽ ഓംലെറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഇല്ലെങ്കിൽ നമ്മുടെ മുരിങ്ങയില. അപ്പോൾ ഇന്നിപ്പോൾ കറിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടിയുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ചൊടിക്ക് വേണം ഇങ്ങനെ പെറുക്കിയിട്ടിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഈ മസാലയും കൂടെ വിതറാം. ശ്രദ്ധിക്കാനായിട്ടല്ലെങ്കിൽ എന്താ അറിയോ, ഇതൊരു പൊട്ടി തെറിക്കും കണ്ണിലേക്കൊക്കെ. അപ്പോൾ സിമ്മിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതാവട്ടെ, മസാല കൂട്ടിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പരിപ്പ് കറിക്കൊക്കെ സൂപ്പറാണ്. ഇതിങ്ങനെ മറിച്ചിട്ടുണ്ട് പൊട്ടും പൊട്ടി തെറിക്കുമ്പോൾ നോക്കണം, കണ്ണിലേക്ക് പൊട്ടി തെറിക്കും. അല്ലാതെ ഇഷ്ടമല്ല, ഇതാവുമ്പോൾ സിമ്മിലിടാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റും. ഒരു ഇഷ്ടമല്ലേ അതുപോലെയാണ് കേട്ടോ. ചിലർക്ക് ചിലപ്പോൾ ഈ സംഭവം ഇഷ്ടമുണ്ടാവില്ല. ഇത്രയും കൂടി എരിവൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, ഞാൻ പിന്നെ ചൂടല്ലേ എന്ന് വിചാരിച്ചിട്ട് എരിവൊന്ന് കുറച്ച് ഇനി ഇത് കൂട്ടിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. കണ്ണൻകുട്ടി ഇതിൻ്റെ ഇടയിലൊന്ന് പിള്ളേരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ വന്നു ചോറ് വാരി തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവനുള്ള ഫുഡാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ചോറും നമ്മുടെ അമരപ്പേരിയും രസമൊക്കെ ഇന്നലെ തലേദിവസത്തെ രസമാണ് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല അടിപൊളി കിടുക്കാച്ചി രസമായിരുന്നു. അപ്പോൾ അതും ഈ മുട്ട മസാലയും കൂടെ കൂട്ടിയിട്ട് പപ്പടവും കൂട്ടിയിട്ട് അവന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടിക്കുള്ള ഫുഡൊക്കെയാണ് വിളമ്പിയിട്ടിരിക്കുന്നത് കേട്ടോ. അവന് വാരി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരൊറ്റ ട്രിപ്പിൽ ഓടി വരും. എന്നിട്ട് ഇത് കഴിച്ചിട്ട് അടുത്ത കളിക്ക് വേണ്ടിയിട്ട് പോകും. രാത്രി ഇരുന്നിട്ടാണ് പഠിത്തം കാര്യമൊക്കെ. പഠിത്തം എന്നൊന്നും പറയാനൊന്നുമില്ല കേട്ടോ, നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒക്കെ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഫുഡ് വാരി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ടി വിയിലിട്ട് കണ്ടു. മോളൂന് അന്ധവിശ്വാസം ഉണ്ട് അല്ലേ, ഒറ്റമൈനേനെ കണ്ട കാര്യമൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനതൊക്കെ കെട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒറ്റമൈനേനെ കണ്ടാൽ പറ്റില്ല എന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ പിള്ളേരൊക്കെ പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് അന്ധവിശ്വാസം ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കി ചിരിക്കുകയാണ് കേട്ടോ ഇരുന്നിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെയൊക്കെ പോയിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇന്നിരുന്ന് ട്രോളാണല്ലേ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഓരോ കാര്യമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വാരി കൊടുക്കുന്നുണ്ട്. ഫോണിലാണ് കണ്ണിരിക്കുന്നത് കേട്ടോ. കയ്യിൽ ഫോണുണ്ട്. ഷാജേട്ടുള്ള ദിവസങ്ങളിൽ ഇവർ രണ്ടാൾ ഫോണിന് വേണ്ടിയിട്ട് അടിയാണ്. ഒരാളുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ട് അടി കൂടും. എൻ്റെ ഫോണിൻ്റെ അടുത്തേക്ക് വരില്ല കേട്ടോ, ഞാൻ കൊടുക്കില്ല. ഒരു പാകത്തിന് ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കില്ല. ഷാജേട്ട ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലീവാണെങ്കിൽ ഇവരുടെ കയ്യിൽ രണ്ടാളുടെ കയ്യിലായിരിക്കും ഫോൺ. അപ്പോൾ ഫുഡൊക്കെ അവന് കൊടുത്ത് ഞാനും ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് വെയിലങ്ങോട്ട് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല കേട്ടോ. നമ്മുടെ വണ്ടി അങ്ങോട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ആകെ അലമ്പായിട്ട് കിടക്കായിരുന്നു. അപ്പോൾ അതിന് ഒരുവിധ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരുവിധമൊക്കെ ഇറക്കി വെച്ചു. ബാക്കിയൊക്കെ ഞാൻ പെറുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വലിയ കഷ്ടമായിരുന്നു. നമ്മളിത് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളിത് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളങ്ങനെ ആഗ്രഹിച്ചിട്ട് തുടങ്ങിയ ഒരു സംഭവമാണ്. പക്ഷെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നുള്ളൊരു സംഭവമാണെങ്കിൽ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യാന്നല്ലാതെ പിന്നെയും നമ്മൾ പടുകുണ്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങണേക്കാട്ടിലും നല്ലത് അത് കൊടുക്കുക എന്നുള്ളൊരു ഒരു തീരുമാനത്തിലാണ് കേട്ടോ. ഏകദേശം നല്ല വിഷമമുണ്ട്. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഒന്നല്ല നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും ആവില്ല കാര്യങ്ങളുണ്ടാവുക. പക്ഷേ എന്തോ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഞാനൊന്ന് ഓക്കെ ആയി, എൻ്റെ കാര്യങ്ങൾ ഇപ്പുറത്ത് കിടക്കണ ബാധ്യതകളൊന്നും ഓക്കെ ആയതിൻ്റെ ശേഷം എനിക്കിത് ഇതിൽ തന്നെ എനിക്ക് ഈ ഒരു കുക്കിംഗ് എന്ന് പറയണത് എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അത് ഇന്നെ അറിയണവർക്കും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കണവർക്കൊക്കെ അറിയാം. ഈ ഒരു കുക്കിങ്ങിൻ്റെ ഫീൽഡ് എന്ന് പറയണത് എനിക്കിഷ്ടമാണ്. ഞാനിങ്ങനെയൊന്നല്ല വിചാരിച്ചിരുന്നതും. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു രീതിക്ക് എനിക്കത് നേടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ മുന്നേ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര പെയിനാണ്. സംഭവം എന്താ വെച്ചാൽ നമ്മൾ നോറ്റ് നമ്മൾ തന്നെ വണ്ടി എടുത്ത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ നിന്ന് ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ ഓരോരോ സ്വപ്നങ്ങൾ ഓരോ സംഭവത്തിനും നമ്മുടെ എന്താ പറയുക അത്രയും ഒരു എഫേർട്ട് അതിനകത്തുണ്ട്. നമ്മൾ ചെയ്യിപ്പിച്ച് നമ്മുടെ ഇഷ്ടത്തിന് ആഗ്രഹത്തിനനുസരിച്ച് ചെയ്യിപ്പിച്ച് അപ്പോൾ നിൽക്കണ തട്ടകത്തിൽ 2 കൊല്ലം ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പുലർച്ചെ വരെ നട്ടപ്പാതിര വരെയൊക്കെ കച്ചവടം ചെയ്ത് 2 കൊല്ലം ഞാൻ കച്ചവടം ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാനും ഷാജേട്ടനും കൂടെ. ഇപ്പം നമുക്ക് പിള്ളേരെ എവിടെയും ആക്കാൻ ഒരു സേഫ് അല്ലാത്തൊരു സ്ഥലം ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ പോവാത്തത്. ഇല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് പോണെ കൊണ്ട് കുഴപ്പമോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇപ്പോൾ ഹെൽത്ത് ഓക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ള കാരണം ഇപ്പം അതിനും പോകാൻ പറ്റണില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആകെ കരിയും അതും ഇതൊക്കെ പിടിച്ചിട്ട് ഈ അടുപ്പിൻ്റെ പുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയൊക്കെ കുറച്ചിങ്ങോട്ട് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ പോവും. അപ്പോൾ അതൊക്കെ നിന്ന് മെനക്കെട്ട് ഉരയ്ക്കുക. കുറച്ചധികം ദിവസമായിട്ടോ അങ്ങനെയൊക്കെ കഴുകിയിട്ട് നമുക്കിവിടെ വാൾപേപ്പർ വെച്ചിട്ട് ഒട്ടിക്കുക എന്നൊക്കെ പൂജിറ്റി പറയേണ്ടത്. അതാകുമ്പോൾ കുറച്ചും കൂടെ വൃത്തിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇത് എങ്ങോട്ടാണ് പോണത് മുന്നോട്ടേക്ക് എന്നുള്ളത് അറിയാത്തതുകൊണ്ട് നമ്മളിനി അതിനകത്ത് ക്യാഷ് ചിലവാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നിൽക്കുക. പക്ഷേ നമ്മളിങ്ങനെ ക്ലീൻ ആക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ വണ്ടിയല്ലേ. അപ്പോൾ ഇങ്ങനെ ഉരച്ച് ക്ലീനാക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഫുഡിൻ്റെ കാര്യം ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ചളിയും കാര്യങ്ങളും ഇവർ ഈ കയറുന്നതിൻ്റെയും പിടിക്കുന്നതിൻ്റെയും ഒക്കെ ഉള്ള അഴുക്കുകൾ
പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം വൃത്തിയാവും കേട്ടോ. പക്ഷെ നമ്മൾ നല്ല മെനക്കെട്ടിരുന്ന് ഉരയ്ക്കണം, കയ്യിൻ്റെയൊക്കെ ഊപ്പാട് ഇളകും. അങ്ങനെ ഇരുന്നിട്ട് ഉരയ്ക്കണം. അപ്പോൾ നിന്നിട്ടും കിടന്നിട്ടും ഞാൻ ഉരച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ. പട്ടിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പട്ടിപ്പണി, രാവിലെ മുതൽ പണിയോട് പണിയാണ് കേട്ടോ, ഒരു റെസ്റ്റ് എന്ന് പറയണതില്ല. ഫസ്റ്റിൽ ഞാനൊരു വിചിത്രം ചെയ്തതെന്താ വെച്ചാൽ, ഞാനതിൻ്റെ താഴെ ഭാഗത്ത് ഫ്ലോറിൽ ഈ സോപ്പ് പൊടി വിതറി. അത് കാരണം ഞാൻ തെന്നിക്കൊണ്ടിരിക്കുക, എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ നിന്നിട്ട് അങ്ങോട്ട് മേലെ ഉരച്ച് കഴിഞ്ഞിട്ട് താഴത്തേക്ക് ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഈ ഇറക്കിയിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് അതിൻ്റെ സ്ഥാനത്ത് വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെക്കാട്ടിലും പാടാം. അപ്പോൾ അതൊക്കെ തേച്ച് ഉരച്ച് കഴുകിക്കൊണ്ടിരിക്കുക. പൂജിറ്റ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണൻകുട്ടി അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു തെറ്റൊക്കെ അച്ഛനും മോനൊക്കെ ആയിട്ടൊരു തെറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കളിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞതിൻ്റെ ആണേ. അപ്പോൾ അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവനങ്ങനെ പൊന്നാരിച്ചിട്ട് ഞാനും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കുന്നുണ്ട് ആ പടിയുമ്പിൽ നമ്മുടെ ഉമ്മറത്തെ. അപ്പോൾ ഇതൊക്കെ തേച്ച് വൃത്തിയാക്കി ഉരച്ച് ക്ലീൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം. ഞാനിങ്ങനെ ബാക്കിൽ ഇങ്ങനെ കുറേ ഫ്ലവറൊക്കെ വെച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് നല്ല റെഡി ആക്കി കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് എനിക്കിപ്പോൾ പറഞ്ഞ പോലെ പെട്ടെന്ന് വയ്യാണ്ടായതും സോഡിയം കുറഞ്ഞിട്ടും പറഞ്ഞ പോലെ ഹെൽത്ത് ഇഷ്യൂസ് കുറച്ചധികം ഉണ്ടായി. അപ്പോൾ ഒരു കുറച്ച് അങ്ങോട്ട് റെസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. ആ ഇരുത്ത് അങ്ങനെ ഇരുന്ന് പോയി, അതാണ് ഉണ്ടായത്. നമുക്ക് എങ്ങടാണ് നമ്മൾ ദൈവം എത്തിക്കുകയെന്നോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമല്ല. അതെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് ദൈവം എങ്ങടെയെങ്കിലും എത്തിക്കുമോ, അങ്ങനെയല്ല. നമ്മൾ എഫേർട്ട് എടുക്കുക, അതിനനുസരിച്ച് ബാക്കിയൊക്കെ ഭാഗ്യം. എഫേർട്ടും ലക്കും രണ്ടും വേണം. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഭാഗ്യം എന്നുള്ളൊരു സംഭവം വേണം. അതില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ് കേട്ടോ ഞാൻ ചെയ്തോടത്തോളം പഠിച്ചിട്ടുള്ള ഒരു കാര്യം. നമുക്ക് നേരാവാനൊരു ടൈം ഉണ്ടാവും. ആ ടൈം വരെ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കേണ്ടി വരും. ഇപ്പം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന പോലെയാണ് കേട്ടോ. യൂട്യൂബിൽ നമ്മൾ ചിലപ്പോൾ ഒരു 500 അല്ലെങ്കിൽ 1000 ചിലവർക്ക് അത്രയും അധികം വീഡിയോ ഇടേണ്ടി വരും. ചിലവർക്ക് അത്രയൊന്നും വേണ്ടി വരില്ല. കുറച്ച് വീഡിയോ ആകുമ്പോഴേക്കും തന്നെ അങ്ങോട്ട് ഒരു വീഡിയോ അങ്ങനെ കയറിപ്പോവും. അപ്പോൾ അതുപോലെയാണ്, അതൊക്കെ ഒരു ഭാഗ്യമാണ്. ചിലർക്കൊക്കെ ഒരു എഫേർട്ടും ഇല്ലാണ്ട് പെട്ടെന്ന് സബ്സ്ക്രൈബ്സും വ്യൂസും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഒരു ഭാഗ്യം ലക്കും കൂടെയൊക്കെയാണ്. അതുപോലെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച കാര്യങ്ങളൊക്കെ. നമ്മൾ എഫേർട്ട് എടുക്കുക, അത് നമ്മുടെ ഭാഗ്യം എന്നുള്ളത് അത് വേറൊരു ഭാഗം. അത് ഭാഗ്യം ഇല്ലാണ്ട് നമ്മൾ എന്തൊക്കെ തലകുത്തി മറിഞ്ഞ് ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ. അതുപോലെ ദൈവത്തിൻ്റെ ഒരു കാവലും വേണം, ദൈവാധീനം എന്ന് പറഞ്ഞൊരു സംഭവം വേണം. ഇതൊക്കെ എല്ലാം കൂടെ ഒത്തുചേരണം. അല്ലാതെ ഞാൻ അങ്ങോട്ട് മറച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ഉണ്ടാവുന്നൊന്നുമില്ല. താൻ പതി ദൈവം പതി പറഞ്ഞ പോലെ അതിൻ്റെ മുക്കാഭാഗം നമ്മൾ കഷ്ടപ്പെടുക. അങ്ങനെ കഷ്ടപ്പെട്ട് ഇനി കഷ്ടപ്പെടാൻ ബാക്കിയൊന്നുമില്ല. ഇന്നെ തന്നെ ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലെവലിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് കേട്ടോ. ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനിങ്ങനെ ഈ മോട്ടിവേഷൻ സ്പീച്ചൊക്കെ ഒരുപാട് കേൾക്കും. എനിക്ക് രാത്രി ഉറക്കമില്ലാത്ത സമയത്തൊക്കെ അധികം ഞാൻ അങ്ങനെയാണ് കേൾക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ അതിലാണ് ഞാൻ ഓക്കെ ആവുക. നമ്മൾ വേറൊരാളോട് പോയിട്ട് നമ്മുടെ വിഷമം പറഞ്ഞിട്ട് ആ ആൾ പിന്നീടത് തിരിച്ച് നമ്മൾക്ക് ഏത് രീതിക്ക് അവർ അത് പിന്നീട് ഉപയോഗിക്കില്ലേ നമുക്ക് അറിയില്ലല്ലോ. ഒരുപാട് എനിക്ക് അങ്ങനെ പറ്റിയതിനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല കേട്ടോ. ഷെയർ ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോട് അപ്പുറത്തേക്ക് ഞാൻ വേറെ ആരോടും എൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാറില്ല. ഏറ്റവും നല്ലത് അതാണ് എന്നുള്ളത് ഞാൻ പഠിച്ച പാഠത്തിലൊന്നാണ് കേട്ടോ. നമ്മുടെ അമ്മ ഒരിക്കലും നമ്മളെ ചതിക്കാനോ അല്ലെങ്കിൽ അച്ഛനും അമ്മയാണെങ്കിലും നമ്മളെ കുത്തി പറയാനോ അല്ലെങ്കിൽ എന്താ പറയുക അതെന്താ അന്ന് ചെയ്തുകൊണ്ടല്ലേ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് നമ്മളെ വിഷമിപ്പിക്കില്ല ആ ഒരു ഘട്ടത്തിൽ എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാട്ടോ. എൻ്റെ അച്ഛൻ ഇപ്പം ഇല്ല, പക്ഷെ അമ്മയാണിപ്പോൾ ഈ പറഞ്ഞ പോലെ എന്ത് സങ്കടം ഉണ്ടെങ്കിലും എനിക്ക് പറയാൻ പറ്റണത്. പുറത്ത് ആരോട് പറഞ്ഞാലും ഇപ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോട്ടെ പറഞ്ഞാലും പിന്നീട് അത് തിരിച്ചടിക്കും. അതിന് ഒരു അവസരം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പം എന്തുണ്ടെങ്കിലും ഞാൻ ഇന്നെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മോട്ടിവേഷൻ സ്പീച്ചോ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും പൂജിട്ടൊക്കെ രാത്രി അപ്പുറത്തെ റൂമിലിരുന്നിട്ട് ഇപ്പുറത്തേക്ക് എനിക്ക് റീലായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഓക്കെ അല്ലാത്ത ദിവസങ്ങളിൽ അവൾക്കറിയാം. അപ്പോൾ അവൾ ഈ മോട്ടിവേഷൻ അയക്കുമ്പോൾ ഞാൻ അവളോട് പറയും ഇതിലും തർപ്പണമായിരിക്കണം എന്നോടോ ബാല എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ടിരിക്കും ഞങ്ങൾ. അങ്ങനെയൊക്കെയാണ് ഞാൻ എന്നെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കാറ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കണ്ണൻകുട്ടിയോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടി കിട്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഒരു പൊട്ട് കയ്യിന് കിട്ടിയിട്ടുണ്ടോ അടി. അപ്പോൾ അതിലിങ്ങനെ ചീഞ്ഞുകൊണ്ടിരിക്കുക. എന്താ വെച്ചാൽ കളിക്കാൻ പറഞ്ഞയക്കാത്തതിനെ കൊണ്ട്. അപ്പോൾ ഷാജേട്ടൻ ഇതാണ് പോകാൻ നിൽക്കുകയാണ് കേട്ടോ പുറത്തേക്ക്. അപ്പോൾ അവരെ ചെരുപ്പ് എൻ്റെ കാലിലുണ്ട്. അപ്പോൾ ആ ചെരുപ്പ് കൊടുത്തിട്ട് എനിക്ക് മറ്റേ ചെരുപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുക. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കളിക്കാൻ പറഞ്ഞയക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക കുറച്ചേറെ. അപ്പോൾ ഈ കളിക്കുന്ന സമയത്ത് പ്രായത്തിൽ പറഞ്ഞയക്കാണ്ട് നമ്മളിങ്ങനെ
അടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ആ സമയത്ത് അവരോട് പഠിക്കാൻ പറഞ്ഞാലും അവരെ മൈൻഡ് അവരെ കയ്യിലാവില്ല. അപ്പോൾ ആ സമയം വെറുതെ നമ്മൾ അവരെങ്ങനെ എന്തിനാ വെറുതെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം പൊക്കോ കളിക്കാൻ പൊക്കോ ഞാൻ അച്ചോട് പറഞ്ഞോണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു കേട്ടോ. ഇത് നമ്മുടെ വണ്ടി കഴുകലെല്ലാം കഴിഞ്ഞു. മൊത്തം എനിക്ക് പറ്റുന്ന രീതിയുടെ അപ്പുറത്തേക്ക് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ ചൂടുമാണ്. വെയിലാറാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ പിന്നെ അടുക്ക് മടിയാവും. അത് വിചാരിച്ചിട്ട് ഫുഡ് കഴിച്ച പാടെ തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ എന്താക്കി വെച്ചാൽ നമ്മുടെ ചെടികൾക്കൊക്കെ ഒരു തുള്ളി വെള്ളമൊക്കെ കൊടുത്തിട്ട് ബാക്ക് വശം അങ്ങോട്ട് അടിച്ചു വാരാം. ഇനിയിപ്പോൾ ഫ്രണ്ടിൽ അടിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഷാജോട്ടൻ വന്നിട്ട് ആ വണ്ടി തിരിച്ചിടണം. വണ്ടി തിരിച്ചിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറക്കിയ സാധനങ്ങൾ മൊത്തം അതിനകത്ത് കയറ്റിയാലേ നടക്കുള്ളൂ. അപ്പോൾ രാവിലെ നമ്മൾ മുറ്റം അടിച്ചുകൊണ്ട് തന്നെ അവിടെ പിന്നെ വലിയ അലമ്പ് ഇല്ല. ആ വണ്ടി അങ്ങനെ കിടക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും അടിച്ചു വരാണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ വണ്ടി അങ്ങനെ കിടക്കുക കാരണം വേറെ മാർഗ്ഗമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ബാക്ക് വശം അങ്ങോട്ട് അടിച്ചു വാരി വൃത്തിയാക്കിയിടാം. എന്നിട്ട് പിന്നെ കുളി കഴിഞ്ഞിട്ട് വിളക്ക് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ക്ലീനിങ്ങും ഒക്കെ കൂടെ ആയിട്ടൊരു തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, ഈ കയ്യിൽ നിന്നും കാലിൽ നിന്നും വേറിടാത്തൊരു പണി എന്ന് പറയില്ലേ, അതുപോലെയാണ് കേട്ടോ ഇന്നത്തെ ദിവസം. ഇത് കഴിഞ്ഞിട്ട് വളാഞ്ചേരിക്ക് ഒന്ന് ഓടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇന്ന് ഒക്കെ കൂടെ ഒരു നട്ടം തിരിഞ്ഞ ദിവസമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുഞ്ഞൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.